വിഷയത്തിൽ ചെയ്ത പോലെ അവർ ചെയ്തിട്ടില്ല. അവരൊരു ഇസം ഉണ്ടാക്കാനോ പരസ്പരം കളിയാക്കാനോ അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാനോ ഇരട്ട പേര് വിളിക്കാനോ ഒന്നും അവർ നിന്നിട്ടില്ല എന്നുള്ളത് വളരെ പറയാണ്. അൽബത്ത മൗലാന ഷബീർ അഹമ്മദ് ഉസ്മാനി ഇബ്നു തൈമിയ്യക്കെ മുഅ്തഖിദ് ഹേ. ഷബീർ ഉസ്മാനി മൗലാനയും ഇബ്നു തൈമിയ്യയുടെ മുഅ്തഖിദാണ്. അപ്പോൾ അവർ ദൈബന്തി സരണി ഇവരെ തള്ളിയിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഉലമാ ദൈബന്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റദ്ദ് ചെയ്തിട്ടുണ്ട്. സൂഫി ധാരയിലുള്ള ദൈബന്തികൾക്ക് അശ്വരി ധാരയിലുള്ളവർ റദ്ദ് ചെയ്തപ്പോൾ 70ഓളം ഇജ്മാ ഉദ്ധരിച്ച റദ്ദ് ചെയ്തേക്കുന്നത്. 70ഓളം ഇജ്മാ. എത്ര കടുപ്പപ്പെട്ട റദ്ദ വന്നേക്കണം. പക്ഷെ എന്നിട്ട് അവർ സഹകരിച്ച് പോവാണ്. അതിപ്പോൾ സുബൈർ ഉസ്താന്റെ വിഷയത്തിൽ ചെയ്ത പോലെ അവർ ചെയ്തിട്ടില്ല. അവരൊരു ഇസം ഉണ്ടാക്കാനോ പരസ്പരം കളിയാക്കാനോ അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാനോ ഇരട്ട പേര് വിളിക്കാനോ ഒന്നും അവർ നിന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ദൈവനിലമാൻ്റെ വിഷയം ആണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയം സലഫിൻ്റെ വിഷയം 2 രൂപത്തിലുണ്ട് എന്നുള്ളതാണ്. സലഫ് അഖീദയെ മനസ്സിലാക്കിയ രണ്ടാമത്തെ രൂപം നമ്മളുടെ തഖി ഉസ്മാനി മൗലാന പറയുന്ന രൂപം. ആ രൂപം മൗലാന പറയുന്നത് സലഫുകളിൽ നമ്മളിപ്പോൾ പറഞ്ഞ രീതി ഉണ്ടല്ലോ, അതിനെ ലാഹിറിൻ്റെ മേൽ ഹംല ചെയ്യുക അല്ലെങ്കിൽ ഹക്കീക്കത്തിൻ്റെ മേൽ ഹംല ചെയ്യുക, എന്നിട്ട് അതിനെ ബാക്കിയുള്ളതിന് അള്ളാഹുവിലേക്ക് വിശദീകരണം വിടുക. ഇതല്ലാതെ തന്നെ ഇതിൻ്റെ മാനയെ അടക്കം തഫ്വീദ് ചെയ്യുന്നൊരു വിഭാഗം സലഫുകളുണ്ട് എന്നാണ് തഖി ഉസ്മാനി മൗലാന അഭിപ്രായം. ആ അഭിപ്രായത്തോട് അൻവർ ഷാ കശ്മീരിക്ക് യോജിപ്പില്ല റഹിമഹുല്ലാഹ്. അതൊന്ന് പറയാം.